എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി ഒരു പനീർ മസാലയാണ്. നല്ല ഗ്രേവിയോടുകൂടിയും നല്ല ടേസ്റ്റോടുകൂടിയും തയ്യാറാക്കാൻ പറ്റിയ നല്ല റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കല്ലേ. പനീർ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 200 ഗ്രാം പനീറാണ് എടുത്തേക്കുന്നത്. പിന്നെ വേണ്ടത് ബട്ടറാണ് കേട്ടോ. ഒരു കഷ്ണം ബട്ടർ എടുത്ത് വെച്ചിട്ടുണ്ട്. തക്കാളി, ഒരു വലിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 മീഡിയം സൈസ് സവാള ഇതേപോലെ ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ തക്കാളി ഒന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളിയുടെ കൂടെ കുറച്ച് മസാലപ്പൊടികൾ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിന് വേറെ മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാഷ്നട്ട് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നല്ലപോലെ അരച്ചെടുക്കാം. ഇനി നമുക്ക് പനീർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് പാനിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ പനീറും ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് കസൂരി മേത്തി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ മിക്സാക്കി എടുക്കാം. അപ്പോൾ ഒരുപാട് ഫ്രൈ ആവണ്ട, ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയാൽ മതി കേട്ടോ. പനീർ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. മസാല തയ്യാറാക്കാം. അപ്പോൾ അതേ പാനിൽ തന്നെയാണ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. നല്ലപോലെ വഴറ്റിയെടുക്കാം. ചെറിയ കഷ്ണം ബട്ടർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് സവാള വഴറ്റിയെടുക്കാം. സമയത്ത് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി, അരച്ച് വെച്ച തക്കാളി മസാലയുടെ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ പച്ചമണമൊക്കെ പോകുന്ന വരെ നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മസാലയൊക്കെ നന്നായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ലപോലെ മിക്സാക്കി തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന പനീർ കൂടി ചേർത്ത് കൊടുക്കാം. കറിയിലേക്ക് വേണ്ട ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. 5 മിനിറ്റ് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം.
നല്ല ഗ്രേവിയോട് കൂടി നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരല്പം പഞ്ചസാര, ഒരു നുള്ളു പഞ്ചസാര ചേർത്ത് കൊടുക്കണേ. നല്ല ടേസ്റ്റാണ്, സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം, നന്നായിട്ട് മിക്സാക്കി എടുക്കാം. കുറച്ച് കസൂരി മെത്തി കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രീമി ആയിട്ടുള്ള പനീർ മസാല റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ആക്കിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. താങ്ക്